ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. പക്ഷേ രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഈ ചെടികളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. അണ്ണാറക്കണ്ണന്മാരുടെ ചിൽ ശബ്ദവും അതുപോലെ തന്നെ കിളികളുടെ ശബ്ദവും കേട്ടിങ്ങനെ നടക്കാൻ, പൂക്കളൊക്കെ നോക്കി നടക്കാൻ നല്ല ഒരു രസമാണ്. പക്ഷേ നമ്മുടെ റോസയിലൊക്കെ പുഴു കുത്തുന്നുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ ഡിസംബർ മാസം മുതൽ ക്രിസ്മസിൻ്റെ സമയം മുതൽ ചുവന്ന പൂക്കളുടെ കാലമാണല്ലോ. നല്ല ഭംഗിയുണ്ടല്ലേ ഈ പൂ കാണാൻ. അപ്പോൾ ഒരുപാട് വാചകം അടിച്ച് സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇന്ന് മഷ്റൂമിൻ്റെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് മഷ്റൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രഷായിട്ട് കിട്ടുന്നത് വാങ്ങാൻ നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അത് 2 ദിവസം ഒക്കെ തന്നെ ഫ്രിഡ്ജിലിരിക്കുമ്പോഴത്തേക്കും ഒരുമാതിരി ആയി പോവും. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന അന്ന് തന്നെ കറി വെക്കാൻ ശ്രദ്ധിക്കുക. മഷ്റൂം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. വൃത്തിയാക്കി അരിഞ്ഞിട്ട് കഴുകിയിട്ടില്ല. നല്ലോണം തുടച്ചെടുത്താൽ മതിയാകും. കാരണം കഴുകിക്കഴിഞ്ഞാൽ അതിൽ വെള്ളം പിടിക്കും. മഷ്റൂമിൻ്റെ കൂടെ തന്നെ കുറച്ച് സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അതുപോലെ ക്യാപ്സിക്കം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കറിവേപ്പില, കടുക്, ബാക്കിയെല്ലാം ഞാൻ വഴിയേ പറയാം. ഈ മഷ്റൂമിൽ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ചില്ലി പൗഡറൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. എണ്ണയൊന്ന് ചൂടാവുമ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് മാരിനേറ്റ് ചെയ്യാൻ എടുത്തതെന്ന് കേട്ടോ. കറിവേപ്പില കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും അതുപോലെ തന്നെ സവോള ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവോള നല്ലോണം ഒന്ന് ചെറിയ ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ ആവണ്ട, ചെറിയൊരു ബ്രൗണിഷ് കളർ വന്നാൽ മതിയാകും. ആ സമയത്ത് ക്യാപ്സിക്കവും വലുതായിട്ട് അരിഞ്ഞ സവോളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടും അതുപോലെ തന്നെ വലിയ സവോള ഈ ക്യാപ്സിക്കത്തിൻ്റെ കൂടെയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നീട് ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ അളവിലാണ് ഇട്ടിരിക്കുന്നത്. ഞാനൊരു 1/4 കിലോ മഷ്റൂമാണ് വാങ്ങിയത്. ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ ഇട്ടിട്ടുണ്ട്. ഇനി ടൊമാറ്റോ ഞാൻ മുമ്പേ കാണിച്ചിട്ടില്ലായിരുന്നു. ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഈ മസാലകളെല്ലാം നല്ലവണ്ണം ഇതിൽ പിടിക്കണം. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. കാരണം മഷ്റൂം ഇട്ട് കഴിയുമ്പം അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതിയാകും. കാരണം ഒരുപാട് എരിവൊന്നും ആവില്ല കേട്ടോ. എൻ്റെ കറികൾക്കൊന്നും അധികം എരിവ് ഇവിടെ പറ്റാത്തതുകൊണ്ട് അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ മഷ്റൂമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മഷ്റൂം ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. കാരണം അതുപോലെ ഈ അടപ്പ് അടയ്ക്കാനും പാടില്ല. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ടാണ് അങ്ങനെ അടച്ചു വെക്കരുതെന്ന് പറയുന്നത്. നിങ്ങൾ കാണുമ്പം തന്നെ അറിയാം ഇത്രയും നേരം ഡ്രൈ ആയിട്ടിരുന്നതാണ്. പക്ഷേ ഈ മഷ്റൂം ഇട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഇറങ്ങി തുടങ്ങും. അപ്പോൾ നമുക്ക് ഒരു ഡ്രൈ ആയിട്ട് എടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്